നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. ഇറാന്റെ ആകാശത്ത് അത്യാധുനിക അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ ഒന്നൊന്നായി തകർന്നു വീഴുന്നു. ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയായ അമേരിക്കയെ വിറപ്പിക്കാൻ ഇറാൻ ഉപയോഗിക്കുന്നത് ഭീമാകാരമായ മിസൈലുകളല്ല, മറിച്ച് മാൻപാഡ്സ് എന്ന ചെറിയ ആയുധങ്ങളാണെന്ന് റിപ്പോർട്ടുകൾ. ചൈനയുടെ നിശബ്ദ പിന്തുണയോടെ ഇറാൻ നടത്തുന്ന ഈ പ്രതിരോധം വരാനിരിക്കുന്ന ഒരു കരയുദ്ധത്തിന്റെ ഗതിയെ തന്നെ മാറ്റിമറിച്ചേക്കാം. ഇറാന് പുതിയ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ കൈമാറാൻ ചൈന തയ്യാറെടുക്കുന്നതായി US ഇന്റലിജൻസ് റിപ്പോർട്ട്. ഇറാന്റെ പേരിൽ ചൈനയ്ക്കെതിരെ വ്യാപാര യുദ്ധത്തിന് കോപ്പുകൂട്ടുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ശക്തമായ മുന്നറിയിപ്പ് കൂടിയാണ് ഇത്. ആയുധങ്ങളുടെ യഥാർത്ഥ ഉറവിടം മറച്ചുവെക്കുന്നതിനായി മൂന്നാം രാജ്യങ്ങൾ വഴി ഇവ എത്തിക്കാനാണ് ചൈന ശ്രമിക്കുന്നതെന്ന് CNN റിപ്പോർട്ട് ചെയ്തു. മാൻപാഡ്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന തോളിൽ വെച്ച് തൊടുക്കാവുന്ന മിസൈലുകളാണ് ചൈന നൽകാൻ ഒരുങ്ങുന്നത്. 5 ആഴ്ച നീണ്ടുനിന്ന യുദ്ധത്തിൽ US വിമാനങ്ങൾക്ക് വലിയ ഭീഷണിയായിരുന്നു ഇത്തരം മിസൈലുകൾ. പതിറ്റാണ്ടുകളായി ആഗോള വ്യോമസേനകളിൽ അമേരിക്ക പുലർത്തിയിരുന്ന ആധിപത്യത്തിന് ഇറാൻ നൽകുന്ന കനത്ത തിരിച്ചടിയാണ് ഇത്. ഇറാൻ കഴിഞ്ഞ വർഷം രഹസ്യമായി സ്വന്തമാക്കിയ ചൈനീസ് നിർമ്മിത ഉപഗ്രഹം അമേരിക്കൻ സൈനിക താവളങ്ങളെ നിരീക്ഷിക്കാനും തന്ത്രപ്രധാന കേന്ദ്രങ്ങളുടെ നീക്കങ്ങൾ വിലയിരുത്താനും ഉപയോഗിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഏപ്രിൽ 3-നുണ്ടായ സംഭവങ്ങൾ പെന്റഗണിനെ പോലും ഞെട്ടിച്ചിരുന്നു. അമേരിക്കയെ തളയ്ക്കാൻ പറ്റുന്ന ഒരേയൊരു രാജ്യം ചൈനയാണ് എന്നത് ഇതോടെ നിസ്സംശയം തെളിയിക്കപ്പെടുകയും ചെയ്തു. ഏപ്രിൽ 3, 2026 തെക്കു പടിഞ്ഞാറൻ ഇറാനിലെ മലനിരകളിൽ വെച്ച് അമേരിക്കയുടെ കരുത്തുറ്റ യുദ്ധവിമാനങ്ങളായ F-15E, A-10 തുടങ്ങി വിമാനങ്ങൾ ഇറാൻ വെടിവെച്ചിട്ടിരുന്നു. 2 പതിറ്റാണ്ടിനിടെ അമേരിക്ക നേരിടുന്ന ആദ്യത്തെ ഗണ്യമായ യുദ്ധനഷ്ടമാണ് ഇത്. ഇതിനു പുറമെ ശത്രുവിന്റെ റഡാർ കണ്ണുകളിൽ പെടാത്ത 5ാം തലമുറ സ്റ്റെൽത്ത് ഫൈറ്ററായ F-35 ലൈറ്റ്നിംഗ് വരെ ഇറാന്റെ വെടിയേറ്റു എന്നത് വ്യോമയുദ്ധ ചരിത്രത്തിലെ നിർണായക വഴിത്തിരിവാണ്. തന്ത്രപ്രധാന വിമാനങ്ങളെ ലക്ഷ്യം വയ്ക്കുന്നതാണ് അടുത്തത്. യുദ്ധവിമാനങ്ങൾ മാത്രമല്ല, അവയ്ക്ക് ഇന്ധനം നിറയ്ക്കുന്ന KC-135 സ്ട്രാറ്റോ ടാങ്കർ വിമാനങ്ങളും ഇറാൻ ലക്ഷ്യമിട്ടു. സൗദി അറേബ്യയിൽ വെച്ച് ഒരു വിമാനം തകർക്കുകയും 5 എണ്ണത്തിന് കേടുപാടുകൾ വരുത്തുകയും ചെയ്തതിലൂടെ അമേരിക്കയുടെ ദീർഘദൂര വ്യോമ ദൗത്യങ്ങളുടെ നട്ടെല്ല് തന്നെ ഇറാൻ തകർത്തുകളഞ്ഞു. $100 കോടി വിലമതിക്കുന്ന അമേരിക്കയുടെ പറക്കുന്ന റഡാർ എന്നറിയപ്പെടുന്ന E-3 സെൻട്രി അവാക്സ് വിമാനം തകർക്കപ്പെട്ടതും വലിയ ആഘാതമായിരുന്നു. മാൻപാഡ്സ് എന്നത് കേൾക്കുമ്പോൾ തന്നെ അത്ര ഭീകരത തോന്നുന്നില്ലെങ്കിലും ആധുനിക വ്യോമസേനകൾ ഭയക്കുന്ന ഏറ്റവും മാരകമായ ആയുധങ്ങളിൽ ഒന്നാണ് ഇത്. ഒരു സാധാരണ സൈനികന് പ്രവർത്തിപ്പിക്കാവുന്ന ഇൻഫ്രാറെഡ് ഗൈഡഡ് മിസൈൽ സംവിധാനമാണ് ഇത്. ഇവ പ്രധാനമായും 3 രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. ഒന്നാമത് ഇൻഫ്രാറെഡ്, വിമാനത്തിന്റെ എഞ്ചിനിൽ നിന്നുള്ള താപം പിന്തുടർന്ന് ലക്ഷ്യം കാണുന്നു. 2, ലൈൻ ഓഫ് സെറ്റ്, സൈനികന്റെ കാഴ്ചാപരിധിയിലുള്ള വിമാനത്തെ നേരിട്ട് ലക്ഷ്യം വയ്ക്കുന്നു. 3ാമത് ലേസർ ഗൈഡഡ്, ലേസർ രശ്മികൾ ഉപയോഗിച്ച് കൃത്യമായ ലക്ഷ്യസ്ഥാനത്തേക്ക് മിസൈലിനെ നയിക്കുന്നു. എന്തുകൊണ്ട് ഇവ അപകടകാരികളാകുന്നു എന്ന് നോക്കാം. റഡാർ കണ്ണുകളിൽ ഇവ പെടില്ല. വലിയ മിസൈൽ സംവിധാനങ്ങളെപ്പോലെ ഇവയ്ക്ക് സ്ഥിരമായ റഡാർ സിഗ്നേച്ചറുകൾ ഇല്ല. അതിനാൽ അമേരിക്കൻ വിമാനങ്ങൾക്ക് ഇവയെ മുൻകൂട്ടി കണ്ടെത്താൻ കഴിയില്ല. ശബ്ദത്തിന്റെ ഇരട്ടി വേഗത്തിൽ സഞ്ചരിക്കുന്ന ഇവ 5 കിലോമീറ്റർ ഉയരത്തിൽ വരെ പറക്കുന്ന വിമാനങ്ങളെ തകർക്കാൻ ശേഷിയുള്ളവയാണ്. ഒളിപ്പേരിന് അനുയോജ്യവുമാണ്. ഇറാന്റെ പർവ്വതനിരകൾ നിറഞ്ഞ ഭൂപ്രകൃതിയിൽ ഇവ ഒളിപ്പിച്ചു വയ്ക്കാനും പെട്ടെന്ന് സ്ഥലം മാറ്റാനും എളുപ്പമാണ്. ഇറാന്റെ ഈ കുതിപ്പിന് പിന്നിൽ ചൈനയുടെ കരങ്ങളുണ്ടെന്ന ആരോപണം ശക്തമാണ്. ചൈന ഇത് നിഷേധിക്കുന്നുണ്ടെങ്കിലും ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ വിരൽ ചൂണ്ടുന്നത് മറിച്ചാണ്. ഏകദേശം 1000-ലധികം അത്യാധുനിക മാൻപാഡ്സ് ഇറാനിലേക്ക് എത്താൻ പോകുന്നു എന്നാണ് CNN റിപ്പോർട്ട് ചെയ്യുന്നത്. ചൈനയിൽ നിന്നും മധ്യേഷ്യൻ രാജ്യങ്ങൾ, ഉദാഹരണത്തിന് തുർക്ക്മെനിസ്ഥാൻ വഴി റീറൂട്ട് ചെയ്താണ് ഇവ ഇറാനിൽ എത്തുന്നത്. ചൈനീസ് നിർമ്മിത QW2, QW18 എന്നീ മോഡലുകൾ ഇറാൻ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. 2024 ഇറാൻ സ്വന്തമാക്കിയ ചൈനീസ് ചാര ഉപഗ്രഹമായ T-1B ഉപയോഗിച്ചാണ് അമേരിക്കൻ താവളങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നതെന്ന വാർത്തകൾ പുറത്തുവന്നു. ഇതിനു പുറമെ F-35 വിമാനങ്ങളെ എങ്ങനെ തകർക്കാം എന്നതിനെക്കുറിച്ച് ഒരു ചൈനീസ് എഞ്ചിനീയറുടെ വീഡിയോ വൈറലായതും ഇറാൻ സൈന്യത്തിന് സഹായകമായെന്ന് കരുതപ്പെടുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന്റെ പ്രതിരോധം ദുർബലമാണ് എന്ന് അവകാശപ്പെടുമ്പോഴും യാഥാർത്ഥ്യം മറിച്ചാണ്. ഒരു കരയുദ്ധത്തിന് അമേരിക്ക മുതിർന്നാൽ അത് വൻ നാശനഷ്ടമുണ്ടാക്കും എന്നാണ് സൈനിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത്.
കരസേനയ്ക്ക് പിന്തുണ നൽകാനായി അമേരിക്കൻ വിമാനങ്ങൾ താഴ്ന്നു പറക്കേണ്ടി വരുമ്പോൾ മലയിടുക്കുകളിൽ ഒളിച്ചിരിക്കുന്ന മാൻപാഡ്സ് ധാരികളായ സൈനികർക്ക് അവ എളുപ്പത്തിൽ പ്രയോഗിക്കാനാകും. സാധാരണയായി ഉയരത്തിൽ പറന്ന് ബോംബിടുന്ന അമേരിക്കൻ വിമാനങ്ങൾക്ക് ഈ താഴ്ന്ന പറക്കൽ മാരകമായ കെണിയാകും. ചൈനയെ പിന്തിരിപ്പിക്കാൻ ട്രംപ് ഭരണകൂടം വലിയ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഇറാനിലേക്ക് ആയുധം വിൽക്കുന്ന രാജ്യങ്ങൾക്ക് മേൽ 50% അധിക നികുതി ചുമത്തുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചു. ഷീ ജിൻപിങ്ങിന് ട്രംപ് കത്തയച്ചുവെങ്കിലും ചൈന തിരശ്ശീലയ്ക്ക് പിന്നിലൂടെ ഇറാനെ സഹായിക്കുന്നത് തുടരുകയാണ്. എന്നാൽ അത്തരമൊരു നീക്കമുണ്ടായാൽ ഹോർമുസിൽ ചൈനയെ മുട്ടുകുത്തിക്കാനാണ് ട്രംപിന്റെ നീക്കം. അതോടെ ചൈനയുടെ കപ്പലുകൾ ഹോർമുസിൽ തട്ടി വീഴും. ചൈനയുടെ സാമ്പത്തിക നട്ടെല്ല് അതോടെ തകരും. അതുകൊണ്ട് തന്നെ ഇറാനെ സഹായിക്കുന്നില്ല എന്ന് ആവർത്തിക്കുകയാണ് ചൈന ഇപ്പോൾ. ഇറാൻ അമേരിക്ക സംഘർഷം വെറുമൊരു പ്രാദേശിക യുദ്ധമല്ല, മറിച്ച് ആഗോള വൻ ശക്തികളുടെ പരീക്ഷണശാലയായി മാറുകയാണ്. ആകാശത്ത് അമേരിക്കയ്ക്ക് മേധാവിത്വമുണ്ടെങ്കിലും കരയിൽ നിന്ന് തൊടുക്കുന്ന ചെറിയ മിസൈലുകൾക്ക് ആ മേധാവിത്വത്തെ നിലംപരിശാക്കാൻ കഴിയുമെന്ന് ഇറാൻ തെളിയിച്ചു കഴിഞ്ഞു. അത് ചൈനയുടെ മിസൈലുകളുടെ ഫലത്തിലാണെന്നത് ഉറപ്പാണ്. അമേരിക്ക വരും ദിവസങ്ങളിൽ ഒരു കരയുദ്ധത്തിന് തയ്യാറെടുക്കുകയാണെങ്കിൽ ഇറാന്റെ മലനിരകളിൽ ഒളിച്ചിരിക്കുന്ന ആയിരക്കണക്കിന് മാൻപാഡ്സ് അവരെ കാത്തിരിക്കുന്നുണ്ടാകും. ഈ യുദ്ധം ആധുനിക യുദ്ധതന്ത്രങ്ങളെ മാറ്റി മറിക്കുന്നത് തന്നെയാണ്. അത്യാധുനിക ജെറ്റുകളേക്കാൾ ചിലപ്പോൾ വില കുറഞ്ഞതും എന്നാൽ കൃത്യതയുള്ളതുമായ ഷോൾഡർ മിസൈലുകൾ യുദ്ധത്തിന്റെ വിധി തന്നെ നിശ്ചയിച്ചേക്കാം എന്നാണ് ഇപ്പോൾ ഉയർന്നുവരുന്ന ചർച്ചകൾ.